അനുമോളുടെ ഡ്രസ്സ് എടുത്ത് താഴെ ഇട്ടതിനെ പറ്റി സംസാരിച്ച് ഇവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ലക്ഷ്മി പറഞ്ഞ ന്യായീകരണം അക്ബറിനും അനീഷിനും ആദിലയ്ക്കും ആര്യനും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. നൂറയ്ക്കും അവരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇവർ ഭയങ്കര കോമഡി ആയിട്ട് ആര്യനും ആദിലയും അക്ബറും കൂടെ ബാത്റൂമിലൊരു രംഗം ക്രിയേറ്റ് ചെയ്യുകയാണ്. അവർ ആദിലയുടെ കയ്യിലൊരു മോപ്പ് ഇരിപ്പുണ്ട്. ആ മോപ്പ് പിടിച്ചിട്ട് അതൊരു മൈക്ക് പോലെയാണ് അക്ബറിൻ്റെ നേരെ ചൂണ്ടിയിട്ട് ചോദിക്കുന്നത്. അക്ബർ പറയുന്നത് അത് ഷോനവാസ് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, അത് നിങ്ങൾ ഷോനവാസിനോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നത്. അപ്പം ആദില ആ മോപ്പിൻ്റെ കമ്പ് ആദിലയുടെ മുഖത്തിന് നേരെ പിടിക്കുകയാണ് മൈക്ക് പോലെ. എന്നിട്ട് ആദില അക്ബറിനോട് ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന കണ്ട വയറുവേദന എടുത്ത് പോകാൻ നിൽക്കുന്ന വെമ്പൽ കൊണ്ട് നിൽക്കുന്ന പോലെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു തെളിവല്ലേ? അക്ബർ പറയുന്നത് അതെ, തെളിവായിട്ട് എടുത്തോളാനെന്ന്. അപ്പോൾ ആദില മൈക്ക് പിടിച്ചിട്ട് വീണ്ടും പറയാണ്, നിങ്ങളെന്താണ് ആക്കിയ മാതിരി പറയുന്നത്? നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഇല്ലേ? ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഒന്നും ഇല്ല. ഇങ്ങനത്തെ കാര്യത്തിനൊന്നും ഞാൻ ആവശ്യമില്ലാത്ത ഒന്നിനും ഇടപെടത്തില്ലെന്ന് അക്ബർ പറയുന്നത്. അപ്പോൾ മൈക്ക് ആര്യന് കൈമാറിയിട്ട് ആദില അക്ബറിനെ അടിക്കുന്ന കണക്ക് ആക്ഷൻ കാണിക്കുകയാണ്. ആര്യൻ മൈക്ക് പിടിച്ചിട്ട് പറയാണ്, കക്കൂസ് ക്യാപ്റ്റനൂടെ കിക്കപ്പു ന്യൂസ് ടുഡേ എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യുന്നത് ക്യാപ്റ്റനായ സാബുമോനാണ്. സാബുമോൻ്റെ വായിൽ നിന്ന് കുറച്ച് വോയിസ് വന്നു. ലക്ഷ്മി അനുമോളുടെ തുണിയെടുത്ത് കക്കൂസിലിട്ടു. താങ്ക് യു ഫോർ വാച്ചിങ് കക്കൂസ് ടുഡേ. ആൻഡ് TV റിപ്പോർട്ടർ ആര്യൻ കത്തേറിയ ആൻഡ് ആദില എന്ന് പറഞ്ഞിട്ട് മൈക്ക് മോപ്പോടെ വെച്ചിട്ട് പോവുകയാണ്. എന്തായാലും നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ രാവിലെ തന്നെ. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.